നമസ്കാരം. ഇന്ത്യയിൽ ഏറ്റവും സുരക്ഷിതമായ 3 ബാങ്കുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം RBI ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയെയും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന്റെ സുരക്ഷിതത്വവും പൂർണ്ണമായും ഉറപ്പുവരുത്തുന്നു എന്നുള്ള അടിസ്ഥാനത്തിൽ തീരുമാനിച്ചതാണ്. അവ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങൾ, അതായത് ഈ ഒരു സേഫസ്റ്റ് ആയിട്ടുള്ള 3 ബാങ്കുകൾ എന്ന് പറയുന്ന സമയത്ത് എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ഈ ഒരു സേഫ്റ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് RBI ഉപയോഗിച്ചത്, ഏതൊക്കെയാണ് ഈ 3 ബാങ്കുകൾ, അതുപോലെ തന്നെ എന്തുകൊണ്ട് RBI ഈ ബാങ്കുകളെ ചൂസ് ചെയ്തു, ഈ സേഫ്റ്റി എന്നതുകൊണ്ട് പ്രധാനമായിട്ടും എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് ഈ ബാങ്കുകളിൽ പണം സൂക്ഷിക്കേണ്ടത് ആവശ്യമുണ്ടോ, അതായത് ബാങ്ക് അക്കൗണ്ടുള്ള ഏതൊരു സാധാരണക്കാരനും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഈ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ബോസോല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഭിലാഷ്. RBI ഇന്ത്യയിലെ ഏറ്റവും സേഫ് ആയിട്ടുള്ള 3 ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ SBI, രണ്ടാമത്തേത് HDFC ബാങ്ക്, മൂന്നാമത്തേത് ICICI ബാങ്ക്. ഈ 3 ബാങ്കുകളാണ് ഇന്ത്യയിൽ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളത് എന്നാണ് RBIയുടെ കണ്ടെത്തൽ, അല്ലെങ്കിൽ RBI ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. DSIB എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ടാഗ് RBI ഈ ബാങ്കുകൾക്ക് കൊടുത്തിരിക്കുകയാണ്. ഈ ടേം കേട്ട് നിങ്ങൾ അങ്ങനെ വറി ചെയ്യേണ്ട കാര്യമില്ല, അതവിടെ നിൽക്കട്ടെ. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് സഹായിക്കുന്ന രീതിയിലുള്ള ഏറ്റവും വിശ്വസ്തമായിട്ടുള്ളതും ഏറ്റവും സുതാര്യമായിട്ടുള്ളതും ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളതുമായ ബാങ്കുകളാണ് SBI, HDFC ആൻഡ് ICICI എന്നാണ് RBI വിലയിരുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഏറ്റവും സേഫസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഈ സേഫ്റ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റു ബാങ്കുകളൊന്നും സേഫ് അല്ലേ? അങ്ങനെ പല സംശയങ്ങളും നിങ്ങൾക്ക് പലർക്കും ഉണ്ടാകും. നമ്മുടെ അക്കൗണ്ട് എന്ന് പറയുന്നത് പല ബാങ്കുകളായിട്ടായിരിക്കും, അതായത് ഓരോരുത്തർക്കും ഓരോ ബാങ്കിലായിരിക്കും അക്കൗണ്ട്. ഈ ലിസ്റ്റിൽ പെടാത്ത വേറൊരു ബാങ്കിലാണ് നമ്മുടെ പണം സൂക്ഷിക്കുന്നത് എങ്കിൽ അത് ഭയക്കേണ്ടതായിട്ടുണ്ടോ? അങ്ങനെയുള്ള ചില സംശയങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. ആദ്യം നമുക്ക് പരിശോധിക്കാം എന്താണ് സേഫ്റ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ 3 ബാങ്കുകൾ SBI, HDFC, ICICI എന്നീ 3 ബാങ്കുകൾ ബിഗ് ഇൻ സൈസ്, അതിന്റെ വലിപ്പം കൊണ്ട് അത് വളരെ വളരെ വലുതാണ് എന്നതാണ്. അതുമാത്രമല്ല ഇന്ത്യയിലെ കോടാനുകോടി കസ്റ്റമേഴ്സിനെയാണ് ഈ 3 ബാങ്കുകൾ ഹാൻഡിൽ ചെയ്യുന്നത്. കൂടാതെ രാജ്യത്തിന്റെ പണത്തിന്റെ വലിയൊരു ഹോൾഡും ഷെയർ ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത് ഈ ബാങ്കുകളാണ്. കൂടാതെ ഈ 3 ബാങ്കുകളിൽ ഏതെങ്കിലും ഒരു ബാങ്കിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ മൊത്തം എക്കോണമിയെ അത് എഫക്ട് ചെയ്യും എന്നുള്ള കാര്യവും പരിഗണിക്കുന്നു. അതുകൊണ്ട് തന്നെ RBI ഈ 3 ബാങ്കുകളെ വളരെ കൃത്യമായിട്ട്, വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പരിശോധിക്കുന്നു, അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് ഇവ മോണിറ്റർ ചെയ്യുന്നു. അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള റൂളുകളും അപ്ലൈ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവയെ സിസ്റ്റമാറ്റിക് ഇമ്പോർട്ടന്റ് ബാങ്കുകൾ എന്ന ഗണത്തിൽ പെടുത്തിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഈ 3 ബാങ്കുകളുടെ വളരെ കൃത്യമായിട്ടുള്ള പ്രവർത്തനം, പ്രോപ്പർ ഫംഗ്ഷനിങ് എന്ന് പറയുന്നത് ഇന്ത്യയെ ആകെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇന്ത്യക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാകും, എന്തുകൊണ്ടായിരിക്കാം ഈ 3 ബാങ്കുകളെ മാത്രം RBI ഇത്ര ക്ലോസ് ആയിട്ട് നിരീക്ഷിക്കുന്നത്, ഇത്ര ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നതിന്റെ കാരണം എന്തായിരിക്കാം? ഈ ബാങ്കുകളെ സേഫ് ആക്കി നിർത്തുന്നതിനായിട്ട് RBI ചില എക്സ്ട്രാ നിയമങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഉദാഹരണത്തിന്, ഈ ബാങ്കുകൾ കൂടുതൽ റിസർവ് മണി കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില ഗൈഡ് ലൈൻസ് ഈ ബാങ്കുകൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല RBIയുടെ സ്ഥിരമായിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള മോണിറ്ററിംഗും ഈ ബാങ്കുകളുടെ മുകളിൽ ഉണ്ട്. ഈ കാരണങ്ങളെ കൊണ്ട് തന്നെ ഈ ബാങ്കുകൾ കൂടുതൽ സുരക്ഷിതമായിരിക്കും, കൂടുതൽ സ്ട്രോങ് ആയിരിക്കും. മാത്രമല്ല കസ്റ്റമർക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതെ, യാതൊരു ഭയവും ആശങ്കയും ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബാങ്കുകളായിട്ടും ഈ ബാങ്കുകൾ മാറിയിരിക്കുന്നു. സോ RBI ഈ 3 ബാങ്കുകൾ ഏറ്റവും സേഫ് ആണ് എന്ന് പറയുന്ന സമയത്ത് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇവ വെൽ റെഗുലേറ്റഡ് ആണ്, വളരെ കൃത്യമായിട്ട് നിയന്ത്രിക്കപ്പെടുന്ന ബാങ്കുകളാണ് ഇവ. മാത്രമല്ല വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉള്ള ബാങ്കുകളാണ് ഇവ 3. യാതൊരു സാഹചര്യത്തിലും ഇവ ബാങ്ക്രപ്റ്റ് ആവാനുള്ള, അല്ലെങ്കിൽ ബാങ്കിന്റെ പ്രവർത്തനം നിലച്ചു പോകാനുള്ള യാതൊരു സാധ്യതയും ഈ ബാങ്കുകളിൽ രാജ്യം കാണുന്നില്ല, അല്ലെങ്കിൽ RBI കാണുന്നില്ല. മാത്രമല്ല സാമ്പത്തിക മാന്ദ്യം, അതായത് റിസിഷൻ പോലെയുള്ള സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇക്കണോമിയിൽ ഉണ്ടാകുന്ന ഒരു സ്ലോ ഡൗൺ, ഇത്തരത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടഫ് ആയിട്ടുള്ള സിറ്റുവേഷൻ എല്ലാം ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി, ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ത്രാണി ഈ 3 ബാങ്കുകൾക്കും ഉണ്ട്. SBIക്കും HDFCക്കും ICICIക്കും ഉണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 ബാങ്കുകളെ ഇന്ത്യയിലെ സ്ട്രോങ്ങസ്റ്റ് ബാങ്കുകളായിട്ട് ഇപ്പോൾ RBI ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇനി ഉയരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ ഒരു 3 ബാങ്കുകൾ ലിസ്റ്റ് ചെയ്തത് പ്രകാരം, അല്ലെങ്കിൽ ഈ ഒരു 3 ബാങ്കുകൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബാങ്കുകളാണ് എന്ന് പറഞ്ഞത് കൊണ്ട് കസ്റ്റമേഴ്സിനെ ഏത് രീതിയിലാണ് അത് ബാധിക്കുന്നത്? അതായത് SBIയിലോ HDFCയിലോ ICICയിലോ നിങ്ങൾക്ക് സേവിങ്സ് അക്കൗണ്ട്, അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്, റെക്കറന്റ് ഡെപ്പോസിറ്റ്, സാലറി അക്കൗണ്ട്, പെൻഷൻ അക്കൗണ്ട്, ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ ഈ ബാങ്കുകളിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ അത് 100% സേഫ് ആണ് എന്നുള്ള ഉറപ്പാണ് ഇവിടെ ലഭിക്കുന്നത്. ഇതിന്റെ അർത്ഥം മറ്റു ബാങ്കുകൾ മോശമാണ് എന്നതല്ല. പക്ഷേ ഈ 3 ബാങ്കുകൾക്കും ഉള്ള കാര്യം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഹയസ്റ്റ് ട്രസ്റ്റ്, അതായത് ഉയർന്ന വിശ്വാസ്യത. മാത്രമല്ല ഇത് ഫിനാൻഷ്യലി സ്ട്രോങ് ആണ്. സാമ്പത്തിക മാന്ദ്യം പോലെയുള്ള സാഹചര്യങ്ങളിൽ ഫിനാൻഷ്യലി സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ, അല്ലെങ്കിൽ ആ ക്രൈസിസ് മാനേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഈ ബാങ്കുകൾക്കുണ്ട്. കൂടാതെ RBIയുടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സൂപ്പർവിഷൻ, അല്ലെങ്കിൽ മോണിറ്ററിംഗ് ഈ ബാങ്കുകളുടെ മുകളിൽ ഉണ്ട്. ശ്രദ്ധിക്കുക, ഈ വീഡിയോ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം ഉള്ളതാണ്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസോ ഫിനാൻഷ്യൽ അഡ്വൈസോ അല്ല. നിങ്ങളുടെ സ്വന്തം റിസർച്ചിന് അനുസൃതമാക്കിയിട്ട് നിങ്ങൾ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ RBIയുടെ ഏറ്റവും സുരക്ഷിതമായ 3 ബാങ്കുകളെ കുറിച്ച്
പറയുന്ന സമയത്ത് മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ അവിചാരിതമായ ഒരുപാട് മുഹൂർത്തങ്ങൾ കടന്നു പോകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെയാണ് പോളിസി ബസാറിന്റെ ടേം ഇൻഷുറൻസ് നിങ്ങളെ സഹായിക്കുന്നത്. പ്രതിമാസം 400 മുതൽ 500 രൂപ വരെ പ്രീമിയത്തിൽ പോളിസി ബസാറിൽ നിന്ന് നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് എടുക്കാം. മാത്രമല്ല 51ലധികം ഇൻഷുറൻസ് പാർട്ണർമാരും പോളിസി ബസാറിലുണ്ട്. കൂടാതെ 15% ഡിസ്കൗണ്ട് ലഭിക്കുന്നു, കോടികളുടെ കവറേജ്. പോളിസി ബസാറിൽ ടേം ഇൻഷുറൻസ് മാത്രമല്ല ഹെൽത്ത് ഇൻഷുറൻസും അവൈലബിൾ ആണ്. കോടികളുടെ കവറേജ് ലഭിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്രതിമാസം വെറും 400 മുതൽ 500 രൂപ വരെ പ്രീമിയത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. കൂടാതെ 25% ഡിസ്കൗണ്ട് ലഭ്യമാണ്. 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സെറ്റിൽമെന്റും ഉറപ്പു നൽകുന്നു. മാത്രമല്ല 51ലധികം ഇൻഷുറൻസ് മാനേജർമാരും ഇതിനകത്തുണ്ട്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മാനേജറുടെ സഹായം പോളിസി ബസാറിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾ പോളിസി ബസാറിൽ നിന്നും ടേം ഇൻഷുറൻസോ ഹെൽത്ത് ഇൻഷുറൻസോ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വാങ്ങാവുന്നതാണ്. അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ 3 ബാങ്കുകളിൽ അല്ല നിങ്ങളുടെ പണം എങ്കിൽ നിങ്ങൾ ആ അക്കൗണ്ടിൽ നിന്നും, അതായത് ഈ 3 ബാങ്കുകളിൽ ലിസ്റ്റിൽ വരാത്ത ബാങ്കിൽ നിന്നുള്ള നിങ്ങളുടെ പണം എടുത്ത് ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളതാണ്. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് അതിന്റെ ആവശ്യം ഇല്ല, അല്ലെങ്കിൽ നോട്ട് നെസസറി എന്നതാണ്. അതിന് കാരണം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ചെറിയ ചെറിയ ബാങ്കുകളിൽ ചിലപ്പോൾ വലിയ FD റേറ്റ് തരാനുള്ള സാധ്യത ഉണ്ട്. അതുകൂടാതെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ബാങ്ക് ഇതാണ്, അതുകൊണ്ടാണ് ഈ ബാങ്ക് ചൂസ് ചെയ്തത്, അത്തരത്തിലുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് മാറ്റേണ്ട സാഹചര്യമൊന്നും ഇവിടെ ഇല്ല. മാത്രമല്ല നിങ്ങളുടെ ആവശ്യങ്ങൾ പലതായിരിക്കും, നിങ്ങളുടെ നീഡ് എന്ന് പറയുന്നത് ഡിഫറന്റ് ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് മാക്സിമം സേഫ്റ്റി എന്നാണെങ്കിൽ ഈ 3 ബാങ്കുകളിൽ ഏതെങ്കിലും ഒരു ബാങ്കിലേക്ക് നിങ്ങളുടെ പണം അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഷിഫ്റ്റ് ചെയ്യുന്നത് പ്രിഫറബിൾ ആണ്. എമർജൻസി ഫണ്ടുകൾ ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിന്റെ സ്റ്റെബിലിറ്റി തന്നെയാണ് അതിനുള്ള കാരണം. സോ നമ്മൾ ഇന്ന് ഈ വീഡിയോ സംസാരിച്ചത് RBI പ്രഖ്യാപിച്ച 3 ബാങ്കുകൾ, അതായത് SBI, ICICI, HDFC എന്ന് പറയുന്ന 3 ബാങ്കുകളെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് സുരക്ഷിതമായിട്ടുള്ള ബാങ്കുകളാക്കി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ 3 ബാങ്കുകളെയാണ്. ഇവയെ DSIB ബാങ്കുകൾ എന്ന് വിളിക്കുന്നു, വിച്ച് മീൻസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ ദ കൺട്രി. RBI ഈ ബാങ്കുകളെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നു, സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളുകൾ അപ്ലൈ ചെയ്യുന്നു. മാത്രമല്ല ഈ ബാങ്കുകൾ ഫിനാൻഷ്യലി സ്ട്രോങ് ആണ് എന്നുള്ള കാര്യം എൻഷുർ ചെയ്യുന്നു. കോമൺ ടേമിൽ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സേഫ് ആയിട്ടുള്ള, വളരെ റിലയബിൾ ആയിട്ടുള്ള, റിസ്ക് കുറവുള്ള, ഹൈ സ്റ്റെബിലിറ്റി ഉള്ള ബാങ്കുകളാണ് ഇവ 3 എന്ന് നമുക്ക് നിസ്സംശയം പറയാം RBIയുടെ ഈ ഒരു പുതിയ ലിസ്റ്റിംഗോട് കൂടി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ആയി നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ബോസ്വാല മലയാളത്തിന്റെ ഈ വീഡിയോ കണ്ടതിന് ഏവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. ബോസ്വാല, ബി ദ ബോസ്.